പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ അനേകം നൈറ്റ് വിജിലുകളിൽ കർത്താവിൻ്റെ അതിശക്തമായ സാന്നിധ്യം തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ലോകത്ത് നാനാഭാഗങ്ങളിൽ രോഗസൗഖ്യമായി അത്ഭുത വിടുതലായി വാരി വിതറിയതിൻ്റെ സാക്ഷ്യ വിവരണങ്ങൾ ഓരോ മാസവും കത്തുകളിലൂടെ, ധാരാളം കത്തുകളിലൂടെ ശാലോം ഓഫീസിൽ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഏതാനും കത്തുകൾ വായിച്ച് ഈ സമയങ്ങളിൽ നമ്മൾ കർത്താവിന് മുഴുവൻ മഹത്വം കൊടുക്കുകയാണ്. വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രസിദ്ധപ്പെടുത്തുന്നത് മഹനീയമാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ശാലോം ശുശ്രൂഷകനായ ഡൊമിനിക് സാവിയാണ്. അദ്ദേഹത്തോട് ചേർന്ന് ഈ ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. കണ്ണുകളടച്ച് പരിശുദ്ധ ദേവമാതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് ചോദിക്കാം. ഈ സാക്ഷ്യ ശുശ്രൂഷയുടെ ആരംഭങ്ങളിൽ തന്നെ അമ്മയുടെ മധ്യസ്ഥതയാൽ കനായിലെ കല്യാണ വിരുന്നിൽ സംഭവിച്ചതുപോലെ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ഒരത്ഭുതം സംഭവിക്കാൻ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് ചോദിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടണമാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം പുഞ്ചിരിയോടെ ഇടത്തും വലത്തും നോക്കി കർത്താവിൻ്റെ സമാധാനം ആശംസിക്കാം. സ്നേഹമുള്ളവരെ, ഈ രാത്രിയിൽ നമ്മൾ ദൈവത്തിന് ഏറെ നന്ദി പറയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ നൈറ്റ് വിജിലിലൂടെ ധാരാളം ദൈവാനുഗ്രഹങ്ങൾ ഈ ലോകത്ത് കർത്താവ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറയാമോ? ഹല്ലേലൂയ. കരങ്ങളൊന്ന് വീശിയെന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തു ഇന്നും എന്നും മാറ്റമില്ലാത്ത ഒരു ദൈവമാണ് എന്ന് ഈ ആരംഭ നിമിഷങ്ങളിൽ തന്നെ നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കഴിഞ്ഞ നൈറ്റ് വിജിൽ ദിവസങ്ങളിലൂടെ, രാത്രികളിലൂടെ കർത്താവ് ലോകം മുഴുവനും ഒരുപാട് ദൈവമക്കളെ സ്പർശിച്ചു, അവിടുന്ന് തൊട്ടു. അതിന് നന്ദി പറഞ്ഞുകൊണ്ട് രണ്ട് കരങ്ങളും ഉയർത്തിക്കൊണ്ട് കർത്താവിനെ നമുക്ക് സ്തുതിച്ച് മഹത്വം നൽകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നതിനെ, ആരാധിക്കുന്നതിനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താളത്തിൽ പാട്ട് പാടി കരങ്ങളടിച്ചുകൊണ്ട് ദൈവം കഴിഞ്ഞ നൈറ്റ് വിജിലിലൂടെ ദൈവം നമ്മുടെ സമൂഹത്തിൽ നൽകിയ എല്ലാ നന്മകൾക്കും ഇന്നും ജീവിക്കുന്നവനായ ഒരു ദൈവം ഉണ്ട് എന്ന് തുടർന്നുള്ള സമയങ്ങൾ നമ്മൾ കേൾക്കും. അതിന് നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും ഈ രാത്രിയിൽ നമ്മുടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. യേശു ക്രിസ്തു
യേശയ്യാ പ്രവചനത്തിൻ്റെ 66-ാം അധ്യായം 13-ാം തിരുവചനം ഇപ്രകാരം പറയുകയാണ്: അമ്മയെ പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, അമ്മയെ പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, ജെറുസലേമിൽ വെച്ച് നീ സ്വാന്തനം അനുഭവിക്കും. സ്നേഹമുള്ളവരെ, ശാലോം ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ സ്വാന്തനം അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയുടെ ജീവിത അനുഭവ സാക്ഷ്യം നമുക്ക് വായിച്ചു കേൾക്കാവുന്നതാണ്. ഈ കത്ത് എഴുതിയിരിക്കുന്നത് ലൂസി ജോസ് എന്ന സഹോദരിയാണ്. ആർപ്പൂക്കര, കോട്ടയം ജില്ലയിൽ ആർപ്പൂക്കര എന്ന സ്വദേശത്തു നിന്നുമാണ് ഈ സഹോദരി കത്ത് എഴുതിയിരിക്കുന്നത്. ഞാൻ കോട്ടയം ജില്ലയിലെ ആർപ്പൂക്കര സ്വദേശിയാണ്. എൻ്റെ മകന് വേണ്ടി നൈറ്റ് വിജിലിൽ കൂടി സാക്ഷ്യം പറയാനാണ് ഈ കത്ത് ഞാൻ എഴുതുന്നത്. ഞങ്ങൾ നൈറ്റ് വിജിൽ സ്ഥിരമായി കാണുന്ന കുടുംബമാണ്. എൻ്റെ 34 വയസ്സുള്ള മകന് കല്യാണം നടക്കാൻ താമസിച്ചതിൽ ഞങ്ങൾക്ക് ഒത്തിരി വിഷമം വന്നിരുന്നു. ഇതിനിടയിൽ എൻ്റെ 27 വയസ്സുള്ള ഇളയ മകന് കല്യാണം തീരുമാനിക്കുകയും ചെയ്തു. മൂത്ത മകനും ഇളയ മകനും തമ്മിൽ 7 വയസ്സിൻ്റെ വ്യത്യാസമുണ്ടായിരുന്നു. മൂത്ത മകൻ്റെ കല്യാണം നടക്കാൻ വേണ്ടി ഇളയ മകൻ്റെ കല്യാണം 1 വർഷത്തേക്ക് നീട്ടിവെച്ചു. ഇളയ മകൻ്റെ കല്യാണത്തിന് 1 ദിവസം മുമ്പെങ്കിലും മൂത്ത മകൻ്റെ കല്യാണം നടക്കണമെന്ന് നൈറ്റ് വിജിൽ വഴി ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, 4 മാസം കഴിഞ്ഞപ്പോൾ മൂത്ത മകന് നല്ല ഒരു ആലോചന വരികയും മൂത്ത മകൻ്റെ കല്യാണം ഇളയ മകൻ്റെ കല്യാണത്തിന് 2 ദിവസം മുൻപേ നടക്കുകയും ചെയ്തു. ആരാധനയുടെ സമയത്തും പ്രൈസ് ആൻഡ് വർഷിപ്പിൻ്റെ സമയത്തും ഞങ്ങൾ വളരെ സങ്കടത്തോടും വലിയ തീക്ഷ്ണതയോടും കൂടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ദൈവം ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തിന് 1000 കോടി നന്ദി പറയുന്നു. അതുപോലെ നൈറ്റ് വിജിൽ ഗ്രൂപ്പിനോടും 1000 നന്ദി പറയുന്നു. സ്നേഹമുള്ളവരെ, നമുക്കറിയാം ഏത് മാതാപിതാക്കളുടെയും വേദനയാണ്. ഇളയ കുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചു, മൂത്ത ആളുടെ കല്യാണം നടക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ മാനസികമായ ബുദ്ധിമുട്ട് നമുക്ക് ആർക്കും ഊഹിച്ചാൽ മനസ്സിലാകുന്നതാണ്. എന്നാൽ ഈ സഹോദരൻ നിരാശപ്പെട്ടില്ല. ഇവരുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ ഇവരെ നിരാശപ്പെടുത്തുകയല്ല ചെയ്ത്, മറിച്ച് പ്രത്യാശയോടെ ശാലോം നൈറ്റ് വിജിലിനോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറായപ്പോൾ ഇവരുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ അവരാഗ്രഹിച്ചതുപോലെ മൂത്ത മകൻ്റെ കല്യാണം നടന്നതിന് ശേഷം 2 ദിവസം മുൻപ് തന്നെ അവരാഗ്രഹിച്ചതുപോലെ നല്ലൊരു കല്യാണ ആലോചന വന്നു. ആ വിവാഹം നടത്തി. ഇപ്രകാരം അവസാനം ഇവർ എഴുതിയിരിക്കുകയാണ്: 2014 ജൂൺ 19 മൂത്ത മകൻ്റെ കല്യാണവും 2014 ജൂൺ 21 ഇളയ മകൻ്റെ കല്യാണവും ഞങ്ങളുടെ ദൈവം നടത്തി തന്നു. ഹാലലൂയ. കാര്യങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറയാം. ഹാലലൂയ. ഇത് ദൈവത്തിൻ്റെ കൃപയാണ്. ഇതുവരെയും ദൈവം നമ്മെ നയിച്ച വഴികളെ ഓർത്തുകൊണ്ട്, ദൈവത്തിൻ്റെ കൃപയെ ഓർത്തുകൊണ്ട് നന്ദി പറഞ്ഞു സ്തുതിക്കാം. ഹാലലൂയ. നന്ദി പറഞ്ഞു. ഇതുവരെ എന്നെ കരുതിയവൻ, ഇതുവരെ എന്നെ സൂക്ഷിച്ചവൻ, ഇതുവരെ എന്നെ കരുതിയവൻ, ഇതുവരെ എന്നെ സൂക്ഷിച്ചവൻ, ശോകത്തിലും വൻഭാരത്തിലും കൈവിടാതെന്നെ പരിപാലിച്ചു. ശോകത്തിലും വൻഭാരത്തിലും കൈവിടാതെന്നെ പരിപാലിച്ചു. കൃപാ കൃപാ ദൈവ കൃപാ 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 എന്നാക്കിടുവിൻ. കൃപാ കൃപാ ദൈവ കൃപാ 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 എന്നാക്കിടുവിൻ. അപ്രതീക്ഷിതമായ ദുരന്തങ്ങൾ പലപ്പോഴും നമ്മളെ തളർത്താറുണ്ട്. എന്നാൽ സത്യത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഈ അപ്രതീക്ഷിതമായ ദുരന്തങ്ങൾ നമ്മളെ തളർത്തുവാനുള്ളതല്ല, മറിച്ച് ദൈവത്തിൽ ആശ്രയിക്കുവാൻ ദൈവം നൽകുന്ന അവസരങ്ങളാണ്. ഹാലേലൂയ, ഹാലേലൂയ. പത്രോസ്ലീഹയുടെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാം തിരുവചനം കർത്താവിന്റെ വചനം ഇപ്രകാരം പറയുകയാണ്: നിങ്ങളെ പരിശോധിക്കുവാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചതുപോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്, മറിച്ച് ക്രിസ്തുവിന്റെ പീഡകളിൽ പങ്കുകാരാകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുവിൻ. ഹാലലൂയ. സ്നേഹമുള്ളവരെ, അപ്രതീക്ഷിതമായ ഒരു ദുരന്തം ഒരു കുടുംബത്തിൽ സംഭവിച്ചപ്പോൾ അവർ തളർന്നു പോകാതെ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട ഒരു അത്ഭുത രോഗശാന്തിയെക്കുറിച്ചാണ് നമ്മൾ വായിച്ചു കേൾക്കാൻ പോകുന്നത്. ഈ കത്ത് അയക്കുന്നത് മസ്കറ്റിൽ നിന്നുമാണ്. എൻ്റെ പേര് ലിജി ജോർജ്. മസ്കറ്റിൽ സ്റ്റാഫ് നഴ്സായി ഞാൻ ജോലി ചെയ്യുന്നു. ശാലോം നൈറ്റ് വിജിലിൽ
മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ലഭിച്ച അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹം എഴുതുവാൻ ഞാൻ എഴുതട്ടെ. 2013 ജൂൺ 12 എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചുകൊണ്ട് ഹോഡ്ജിങ്സ് ലിംഫോമ എന്ന ക്യാൻസർ രോഗം എനിക്കുണ്ടായി. എൻ്റെ മക്കൾ 3 പേരും വളരെ ചെറുതായിരുന്നു. മൂത്ത കുട്ടിക്ക് 5 വയസ്സും രണ്ടാമത്തെ കുട്ടിക്ക് 2 വയസ്സും മൂന്നാമത്തെ കുട്ടിക്ക് 7 മാസവും പ്രായമുള്ളപ്പോൾ എനിക്ക് വന്ന ഈ ക്യാൻസർ രോഗം ആദ്യം മാനസികമായി ഞങ്ങളെ തളർത്തിയെങ്കിലും പിന്നീട് ഞങ്ങൾ പ്രാർത്ഥനയിൽ കൂടുതൽ ശക്തിപ്പെട്ടു. ശാലോമിൽ മധ്യസ്ഥം അപേക്ഷിക്കുകയും ട്രീറ്റ്മെൻറ്റ് തുടരുകയും ചെയ്തുകൊണ്ടിരുന്നു. തുടർന്നുള്ള എല്ലാ മാസങ്ങളിലും മുടങ്ങാതെ ശാലോം നൈറ്റ് വിജിൽ TV-യിലൂടെ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എന്നെ തളർത്തിയ ക്യാൻസർ രോഗം പരിപൂർണമായി 5 മാസം കൊണ്ട് വിട്ടുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വീണ്ടും ജോലിയിൽ പ്രവേശിച്ചു. എൻ്റെ ജോലി പോലും നഷ്ടമാകാതെ രോഗത്തിന് പൂർണ്ണ സൗഖ്യം എനിക്ക് കിട്ടി. മാത്രമല്ല ഞാൻ പൂർണ്ണ ആരോഗ്യവതിയുമാണ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, 5 മാസം കൊണ്ട് നമുക്കറിയാം ക്യാൻസർ പോലുള്ള മാറാ രോഗങ്ങളിൽ ഈ കാലഘട്ടങ്ങളിൽ ധാരാളം വ്യക്തികൾ പിടിപെട്ട് കിടപ്പുണ്ട്. എന്നാൽ അവരോട് കർത്താവ് പറയുകയാണ്, ഇതാ ദൈവം അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിൽ ചില ദുരന്തങ്ങൾ വരുമ്പോൾ നമ്മൾ പരിഭ്രമിക്കരുത്, ശക്തമായി ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. ഈ 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് കഷ്ടത അനുഭവിക്കാമായിരുന്ന ആ സഹോദരിയുടെ കുടുംബത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം ഈ നൈറ്റ് വിജിൽ ആരാധനയിലൂടെ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയും പരിപൂർണ സൗഖ്യം ക്യാൻസറിൽ നിന്ന് ആ സഹോദരിയെ സുഖപ്പെടുത്തുകയും ചെയ്തതിനെ ഓർത്തുകൊണ്ട് നമുക്ക് പാട്ടുപാടി ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമാം അത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമാം അത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവിൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവിൻ കൂടെയുള്ളതാ. വൈദ്യശാസ്ത്രം പരാജയപ്പെട്ട സ്ഥലത്ത് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന അത്ഭുതകരമായ ഒരു സൗഖ്യം, മരണകരമായ ഒരു രോഗസൗഖ്യം നൽകിയ ഒരു അനുഭവ സാക്ഷ്യം നമുക്ക് വായിച്ചു കേൾക്കാം. ഈ കത്ത് അയക്കുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള ഡോക്ടർ ജോർജ് ജേക്കബാണ്. ഞാനൊരു ഡോക്ടറാണ്, MBBS. എൻ്റെ ഭാര്യയ്ക്ക് കഴിഞ്ഞ ജൂലൈ 1 ഒരു വീഴ്ചയുടെ ഫലമായി ഹിപ്പ് ജോയിൻ്റ് ഒടിവുണ്ടായി. 3 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തതിന് ശേഷമാണ് ശരിയായത്. 3ാമത്തെ ഓപ്പറേഷൻ കഴിഞ്ഞ രാത്രിയിൽ പെട്ടെന്ന് ഒരു അറ്റാക്ക് ഉണ്ടായി. ഭാര്യ മരിച്ചതുപോലെയായി. ഡോക്ടർമാർ നെഞ്ചിനൊക്കെ ഇടിച്ച് ബോധം വരുത്തുവാൻ പരിശ്രമിച്ചു. അതിനുശേഷം പെട്ടെന്ന് BP താഴ്ന്നു പോകാൻ തുടങ്ങി. 2 ദിവസമായിട്ടും BP സ്റ്റഡി ആകാത്തത് കാരണം മരുന്ന് നിർത്തുവാൻ പറ്റാത്ത അവസ്ഥയിലായി. ഡോക്ടേഴ്സ് നിസ്സഹായത പറഞ്ഞു. അവരും ഞങ്ങളെല്ലാവരും പരിഭ്രമത്തിലായി. ഞാൻ ഉടൻ തന്നെ ജാഗരണ പ്രാർത്ഥനയിൽ സഹായം ആവശ്യപ്പെടുകയും കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തു. പിറ്റേന്ന് നേരം വെളുത്തപ്പോഴത്തേക്കും രോഗി മരുന്നിനോട് പ്രതികരിക്കുവാൻ തുടങ്ങി. അപ്പോൾ BP സ്റ്റഡി ആയിട്ട് നിന്നു. ആ രാത്രിയിൽ തന്നെ മരുന്ന് പരിപൂർണമായി നിർത്തുവാൻ പറ്റി. പ്രാർത്ഥനയുടെ അത്ഭുത ഫലമായി ഞങ്ങൾ എല്ലാവരും ഇതിനെ കാണുന്നു. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ കത്ത് എഴുതിയിരിക്കുന്നത് MBBS പാസ്സായ ഒരു ഡോക്ടറുടെ കത്താണ്. ഈ കത്ത് ആ സഹോദരന്റെ ജീവിത പങ്കാളി മരണത്തോട് മല്ലടിച്ചപ്പോൾ, ഡോക്ടേഴ്സ് പകച്ചു നിന്നപ്പോൾ വിശ്വാസത്തോടെ അദ്ദേഹത്തിന്റെ ആ ഉന്നതനായ ഒരു വ്യക്തി അദ്ദേഹം എഴുതിയിരിക്കുന്നതാണ്. അദ്ദേഹം കരഞ്ഞു പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള രോഗപീഠകളിലൂടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ രോഗപീഠകൾക്ക് വേണ്ടിയാണോ നാം കണ്ണുനീര് ഒഴുക്കുന്നത് എങ്കിൽ നിശ്ചയമായും
നമ്മുടെ ദൈവം ജീവിക്കുന്നവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക തന്നെയും. അതുകൊണ്ട് ഈ സമയങ്ങൾ നമ്മുടെ രണ്ട് കാര്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോകം മുഴുവനുമുള്ള സകല രോഗപീഠകളാൽ കഷ്ടപ്പെടുന്നവരും നമ്മുടെ കുടുംബങ്ങളിൽ രോഗപീഠ അനുഭവിക്കുന്നവരെയും വിശ്വാസത്തിൽ ഉയർത്തിക്കൊണ്ട് നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലൂക്ക 18:27 മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് ചെയ്യാൻ സാധിക്കും. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമുക്കറിയാം മനുഷ്യർക്ക് പരിഹരിക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾ ഉണ്ട്, ഒരു സത്യമാണ്. എന്നാൽ അത് ദൈവത്തിന് വളരെ ഈസിയാണ്. ഈ അനുഭവ സാക്ഷ്യം നമുക്ക് വായിച്ചു കേൾക്കാം. ഈ കത്ത് എഴുതിയിരിക്കുന്നത് രാജസ്ഥാനിൽ നിന്നും അനില എന്ന സഹോദരിയാണ്. എൻ്റെ പേര് അനില, ഞാൻ രാജസ്ഥാനിൽ നിന്നുമാണ് ഈ കത്ത് എഴുതുന്നത്. കർത്താവിൻ്റെ നാമമഹത്വത്തിനായി നൈറ്റ് വിജിൽ ശുശ്രൂഷയിലൂടെ ദൈവം ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹം എഴുതട്ടെ. വലിയ കടബാധ്യത മൂലം മാനസികമായും ശാരീരികമായും ഞങ്ങൾ തളർന്നു. സ്ഥലം വിറ്റ് കടബാധ്യത മാറ്റുവാൻ ശ്രമിച്ചു എങ്കിലും ആർക്കും വേണ്ടാത്തതും പെട്ടെന്ന് വിൽക്കാൻ പറ്റാത്തതുമായ അവസ്ഥയിലായിരുന്നു ഞങ്ങളുടെ സ്ഥലം. കടബാധ്യത കൂടിക്കൂടി വന്നതോടെ രാജസ്ഥാനിൽ നിൽക്കുവാൻ പറ്റാത്ത സ്ഥിതി വന്നു. ഈ സാഹചര്യത്തിൽ 2015 ആഗസ്റ്റ് മാസത്തെ ശാലോം നൈറ്റ് വിജിലിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായ നിയോഗം ബൈബിളിൽ എഴുതി വെച്ച് ശാലോം നൈറ്റ് വിജിൽ TV-യിലൂടെ കണ്ടുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. സ്ഥലം വിൽപ്പന നടത്തി ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കണേ എന്നും ഞങ്ങൾ നാട്ടിൽ പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും ഈ ബാധ്യതയിൽ നിന്നും രക്ഷിക്കണമേ എന്നും മാത്രമല്ല ഇത് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്നും നേർച്ചയോടെ വേദനയോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. നല്ലവനായ എൻ്റെ പൊന്നു തമ്പുരാൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. സ്ഥലം വിൽപ്പന അത്ഭുതകരമായി നടന്നു. കടബാധ്യതയിൽ നിന്നും നാണക്കേടിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു. എൻ്റെ പൊന്നു തമ്പുരാന് എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല. യേശുവിൻ്റെ അളവില്ലാത്ത സ്നേഹത്തിന് നന്ദി. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന് ഈ സഹോദരി എഴുതിയിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈ സഹോദരി എഴുതിയിരിക്കുകയാണ്, ആർക്കും വേണ്ടാത്ത സ്ഥലം, അതെ, വിൽക്കാൻ പറ്റാത്ത സ്ഥലം, കടബാധ്യതകൾ മറുഭാഗത്ത്. സ്നേഹമുള്ളവരെ, ഇന്ന് കടബാധ്യത മുഖാന്തരം അനേക വ്യക്തികൾ കുടുക്കിൽപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഈ കുടുക്കിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് സാധിക്കുമെന്ന് ഈ വചനം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാമ്പത്തികമായ കടബാധ്യതയിൽ കഴിയുന്ന നമ്മുടെ ജീവിതങ്ങളെ ഉയർത്തിക്കൊണ്ട് കണ്ണുനീരോടെ യേശുവിനെ വിളിക്കാമോ? കർത്താവെ, നാണക്കേടിൽ നിന്നും കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തിൽ അവിടുന്ന് ഇടപെടണമേ എന്ന് ആഗ്രഹത്തോടെ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിനെല്ലാം സാധ്യമാണ്. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിന്റെ
അടുത്ത കത്ത് എസ്തേർ ഡെയ്സി എന്ന സഹോദരി തിരുവനന്തപുരത്തും എഴുതിയിരിക്കുകയാണ്. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ശാലോം ഗ്രൂപ്പിന് എൻ്റെ പേര് എസ്തേർ ഡെയ്സി, തിരുവനന്തപുരത്തു നിന്നുമാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. എൻ്റെ മകളുടെ ജീവിതത്തിൽ ശാലോം നൈറ്റ് വിജിയിലൂടെ കർത്താവ് ചെയ്ത മഹാത്ഭുതം ഏറെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ നിങ്ങളെ അറിയിക്കട്ടെ. എൻ്റെ മകൾ പ്രവണ്യയ്ക്ക് വിവാഹം കഴിഞ്ഞ് 11 വർഷമായിട്ടും മക്കളില്ലായിരുന്നു. ഈ ആവശ്യവുമായി എല്ലാ നൈറ്റ് വിജിൽ ആരാധനയിലും നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി 2015 സെപ്റ്റംബർ 23 ഒരു പെൺകുഞ്ഞിനെ നൽകി കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ച സർവശക്തനായ കർത്താവിനും ശാലോം ടീമിനും സ്നേഹം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ശാലോം ശുശ്രൂഷകളെയും ശുശ്രൂഷകരെയും കർത്താവിൻ്റെ തിരുക്കച്ചയാൽ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രയോ ദമ്പതികളുടെ കണ്ണുനീരാണ് പ്രിയപ്പെട്ടവരെ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ. എന്നാൽ 11 വർഷമായിട്ടും മക്കളില്ലാത്ത ഒരു സഹോദരിയുടെ ജീവിതത്തിൽ ഈശോ നൈറ്റ് വിജിൽ ശുശ്രൂഷയുടെ തൊട്ട അനുഭവം. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, മക്കളെ നിങ്ങൾ നിരാശപ്പെടരുത്. 10, 15, 16, 20 വർഷങ്ങളായിട്ട് പോലും മക്കളില്ലാത്ത ദമ്പതികൾക്ക് കർത്താവ് കുഞ്ഞുങ്ങളെ കൊടുത്ത സാക്ഷ്യങ്ങൾ പല പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ 2 കരങ്ങളെയും ഉയർത്താം. ഈ രാത്രി മക്കളില്ലാത്ത എല്ലാ ദമ്പതികളെയും യേശുവിൻ്റെ മക്കളേക്ക് ഉയർത്തിക്കൊണ്ട് നമ്മുടെ വീട്ടിലും കുടുംബത്തിലും അതുപോലെ തന്നെ നമ്മുടെ സമീപത്തുമുള്ള നമ്മുടെ സുഹൃത്തുക്കളുമായിരിക്കുന്ന മക്കളില്ലാത്ത എല്ലാ ദമ്പതികളെയും ഈ രാത്രിയിൽ ഉയർത്തിക്കൊണ്ട് ദൈവമേ സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ എന്ന ആഗ്രഹത്തോടെ അബ്രാഹത്തിന്റെ ദൈവത്തെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അത്ഭുതമുണ്ടല്ലോ, അടയാളമുണ്ടല്ലോ, യേശുവിന്റെ നാമത്തിൽ എല്ലാ കാലവും. അത്ഭുതമുണ്ടല്ലോ, അടയാളമുണ്ടല്ലോ, യേശുവിന്റെ നാമത്തിൽ എല്ലാ കാലവും. ആത്മാവുണ്ടല്ലോ, ജീവനുണ്ടല്ലോ, ആത്മാവുണ്ടല്ലോ, ജീവനുണ്ടല്ലോ, യേശുവിന്റെ വചനത്തിൽ എല്ലാ കാലവും, യേശുവിന്റെ വചനത്തിൽ എല്ലാ കാലവും. അത്ഭുതമുണ്ടല്ലോ, അടയാളമുണ്ടല്ലോ, യേശുവിന്റെ നാമത്തിൽ എല്ലാ കാലവും. അത്ഭുതമുണ്ടല്ലോ, അടയാളമുണ്ടല്ലോ, യേശുവിന്റെ നാമത്തിൽ എല്ലാ കാലവും. സ്നേഹമുള്ളവരെ, തുടർന്നുള്ള സമയങ്ങളിൽ കുറച്ച് സമയം ശാലോം മിനിസ്ട്രിക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? കണ്ണുകളടച്ച് കരങ്ങളൊന്ന് കൂപ്പി പിടിക്കാം. സ്നേഹമുള്ളവരെ, നമ്മൾ കുടുംബങ്ങളിലായിരുന്നു കൊണ്ടും വിദൂരങ്ങളിലായിരുന്നു കൊണ്ടൊക്കെ നമ്മൾ ശാലോം ടെലിവിഷനിലൂടെ പ്രോഗ്രാമിൽ കാണാറുണ്ട്. ഇപ്പോൾ വായിച്ച് കേട്ടതുപോലെ രാജസ്ഥാനിൽ നിന്നും മസ്കറ്റിലൊക്കെ ഇരുന്നു കൊണ്ട് ഒരുപാട് വ്യക്തികൾ യേശുവിൻ്റെ രക്ഷാകരമായ അനുഭവം സ്വന്തമാക്കാൻ കാരണമായി മാറിയത് ഈ എളിയ ശുശ്രൂഷയിലൂടെയാണ്. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകൾ സ്വർഗം വളരെ കൊതിയോടെ കാത്തിരിക്കുക. നമുക്കറിയാം, ഈ ശാലോം ടെലിവിഷന്റെ പ്രവർത്തനങ്ങളെല്ലാം പരിശുദ്ധാത്മാവാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പരസ്യവും കൂടാതെ ഈ ചാനൽ എൻ്റെയും നിങ്ങളുടെയും ഭവനങ്ങളിൽ എത്തണമെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, കേരളത്തിനകത്തും പുറത്തുമുള്ള ധാരാളം വ്യക്തികളുടെ നിർലോഭമായ പങ്കുവെക്കലുകൾ, അതായത് ശാലോം പീസ് ഫെലോഷിപ്പിലെ അംഗങ്ങളുടെ നിർലോഭമായ പങ്കുവെക്കലുകളും അതുപോലെ തന്നെ ശാലോമിന്റെ കേബിൾ DTH സംവിധാനങ്ങളുടെ സൗജന്യമായ വിതരണവും ഒക്കെയാണ് കാരണമായി മാറിയത് എന്ന് പ്രിയപ്പെട്ടവരെ ഈ രാത്രി നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ഈ മേഖലകൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്ക് ഒരുങ്ങാം. നമുക്ക് കർത്താവിന് മുമ്പിൽ ഏറ്റവും എളിമയോടെ 2 കരങ്ങളെയും ഉയർത്തിക്കൊണ്ട് ശാലോം കൂട്ടായ്മയെ ദൈവകരങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ട് ശാലോം ടീമിനെയും ശാലോമിന്റെ മുഴുവൻ സംവിധാനങ്ങളെയും യേശുവിന്റെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണം കർത്താവേ. പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാലോമിന്റെ സകല സംവിധാനങ്ങളെ ഈ രാത്രിയിൽ നിന്റെ പക്കലേക്ക് ഇതാ ജനകോടികൾ ഒരുമയോട് ഉയർത്തുന്നു. കുടുംബങ്ങളിലായിരിക്കുന്നവര് ദയവായി കുടുംബങ്ങളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ ശാലോം ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ തന്നെ ഈ മിനിസ്ട്രിയോട് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയോട് ചേർന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിന്റെ അഗ്നി ഈ ശുശ്രൂഷയിലൂടെ ജനകോടികളിലേക്ക് പകരപ്പെടുവാൻ സ്വർഗത്തിന്റെ പരിശുദ്ധാത്മാവേ അവിടുന്ന് അഭിഷേകമായി ഇറങ്ങണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വെൺപ്രാവെന്നത് പോ വെള്ളിച്ചിറകുകൾ
പിടിച്ചുകൊണ്ട് ശാലോമിനെ കണ്ടോണ്ട് പറന്നിറങ്ങണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി ശാലോം കുടുംബത്തെ കണ്ട് കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ച് ശാലോമിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഈ ശുശ്രൂഷയെ പൊതിഞ്ഞ് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ വലതുകരം വിശ്വാസത്തോടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദയവായി ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ലോകം മുഴുവനും അങ്ങയുടെ വചനം എത്തിക്കുവാൻ സഭയിൽ അങ്ങ് ഉയർത്തിയ ശാലോം മിനിസ്ട്രിയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ശാലോമിനെ അങ്ങയുടെ തിരുരക്തത്താൽ പൊതിഞ്ഞു പിടിക്കണമേ. കർത്താവായ യേശുവേ, ശാലോമിന്റെ നേതൃത്വ നിരയെ അവിടുന്ന് പൊതിഞ്ഞു പിടിക്കണമേ. ശാലോമിന്റെ എല്ലാ ശുശ്രൂഷകരെയും എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് അഭിഷേകം ചെയ്ത് ഉയർത്തണമേ. ജനകോടികൾക്ക് ഒരനുഗ്രഹമായി ശാലോമിനെ മാറ്റണമേ. യേശുനാമത്തില് യേശുനാമത്തില് ശാലോം മിനിസ്ട്രിയെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ശാലോം ടെലിവിഷന് വേണ്ടി ശാലോമിന്റെ അമേരിക്കയിൽ നിന്നും പുറപ്പെടുന്ന ഇംഗ്ലീഷ് ചാനലിന് വേണ്ടി ശാലോം വേൾഡിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ശാലോം ടെലിവിഷനുകളെ ഒരനുഗ്രഹമാക്കി മാറ്റണമേ. അതിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാവരെയും പരിശുദ്ധാത്മാവിനാൽ ഉപയോഗിക്കണമേ, ഉപയോഗിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ശാലോമിന്റെ എല്ലാ പ്രോഗ്രാമുകളെയും ഈ പ്രോഗ്രാം കാണുന്നവരെയും അങ്ങയുടെ സ്വന്തമാക്കി മാറ്റണമേ. കർത്താവായ യേശുവേ, സൗജന്യമായി ശാലോം ടെലിവിഷൻ സംപ്രേഷണം ചെയ്യുന്ന എല്ലാവിധ കേബിൾ DTH സംവിധാനങ്ങളെയും അനുഗ്രഹിക്കണമേ. സാമ്പത്തികമായി ശാലോമിനെ പ്രാർത്ഥന വഴിയായി ശാലോമിനെ സഹായിക്കുന്ന ശാലോം പീസ് ഫെലോഷിപ്പിലെ എല്ലാ അംഗങ്ങളെയും ഈ രാത്രിയില് അങ്ങേ പക്കലേക്ക് ഉയർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവരെ അനുഗ്രഹിക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ടവരെ, ശാലോമിന്റെ നേതൃത്വ നിരയിലേക്ക് വിളിക്കപ്പെട്ട പ്രിയപ്പെട്ടവരെയും അവരുടെ കുടുംബങ്ങളും ശാലോമിന്റെ പെരുവണ്ണാമൊഴിയിലും അതുപോലെ തന്നെ അമേരിക്കയിലും ഒക്കെ ആയി വ്യാപിച്ചു കിടക്കുന്ന എല്ലാവിധ സംവിധാനങ്ങളെയും ഈ രാത്രിയിൽ നിങ്ങൾ കരങ്ങൾ ഉയർത്തിപ്പിടിക്കണമേ. സ്വർഗത്തിന്റെ അഗ്നി വെൺപ്രാം എന്നതുപോലെ ശാലോം കുടുംബത്തിന്റെ മേൽ പറന്നിറങ്ങട്ടെ. ശാലോമിന്റെ വിതരണ മേഖലയിൽ നിറയട്ടെ. എല്ലാ റിപ്പോർട്ടേഴ്സിന്റെ മേൽ വീഴട്ടെ. കർത്താവിന്റെ അഭിഷേകം കൊണ്ട് ശാലോമിന്റെ എല്ലാവിധ വായനക്കാരും ശാലോമിന്റെ എല്ലാ പ്രേക്ഷകരും ഇപ്പോൾ നിറയട്ടെ. ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്നവർ അഭിഷേകം പ്രാപിക്കട്ടെ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? കണ്ണുനീരോടെന്ന് സ്തുതിക്കാമോ? യേശുവിന്റെ മഹത്വം ഇറങ്ങുന്നു. അന്ധകാര ദുർപീഡകള് യേശുവിന്റെ നാമത്തിൽ ചിതറിക്കപ്പെടട്ടെ. സാത്താൻ ഒരുക്കുന്ന സകല തന്ത്രങ്ങളും നാസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തിരുസഭയോട് ചേർന്ന് ജനകോടികളോട് ചേർന്നുകൊണ്ട് ഏക മനസ്സോടെ ശാലോം കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ വേലി ഈ സമയങ്ങളിൽ ഈ രാത്രിയിൽ ശാലോമിന്റെ മേൽ അവിടുന്ന് വിരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. വെള്ളിച്ചിറകുകളാലേ പരിശുദ്ധാത്മാവിന്റെ ശക്തി അഗ്നി അഭിഷേകമായി യേശുവിന്റെ കൃപാവരങ്ങളാൽ ശാലോം കുടുംബം നിറയട്ടെ. ഹല്ലേലൂയ.
പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കുന്നവന് വൈദികരെ കർത്താവ് തിരുസഭയിൽ സഹായിക്കുന്നവന് ഹല്ലേലൂയ 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 അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ അമേരിക്കൻ ശുശ്രൂഷകളെ ഹല്ലേലൂയ ശുശ്രൂഷകളെ യുകെയിലെ ശുശ്രൂഷകളെ കാനഡയിലെ ശുശ്രൂഷകളെ ഓസ്ട്രേലിയയിലെ ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ ഹല്ലേലൂയ 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 ഏറ്റവും പ്രാർത്ഥിക്കാൻ കർത്താവായ യേശുവേ കർത്താവായ യേശുവേ ശാലോമിന്റെ എല്ലാ വിദേശ ശുശ്രൂഷകളെയും അനുഗ്രഹിച്ചുയർത്തണമേ അനുഗ്രഹിച്ചുയർത്തണമേ വളരെ പ്രത്യേകമായി ശാലോം പ്രസിദ്ധീകരണങ്ങൾക്ക് വേണ്ടി ഏക മനസ്സോടെ യേശു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാലോം ടൈംസിനെ അനുഗ്രഹിക്കണമേ. സൺഡേ ശാലോമിനെ അനുഗ്രഹിക്കണമേ. ശാലോം ടൈംസിന്റെ ഇംഗ്ലീഷ് തമിഴ് പതിപ്പുകളെ അനുഗ്രഹിക്കണമേ. ശാലോമിന്റെ എല്ലാ വായനക്കാരെയും എല്ലാ ഏജന്റുമാരെയും അങ്ങേ കരങ്ങളിലേക്ക് ഞങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ശാലോമിന്റെ എല്ലാവിധ ഔട്ട്റീച്ച് ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ. ശാലോമിന്റെ മധ്യസ്ഥ പ്രാർത്ഥന മിനിസ്ട്രിയെ അഭിഷേകം ചെയ്ത് ഉയർത്തണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ നമ്മുടെ രണ്ട് കരങ്ങളും ഒരിക്കൽ കൂടി ഉയർത്തിപ്പിടിക്കണമേ. ജനകോടികൾക്ക് അനുഗ്രഹമായി ശാലോമിന്റെ പ്രസിദ്ധീകരണങ്ങള്, സോഫിയ ബുക്സിന്റെ പ്രസിദ്ധീകരണങ്ങള്, അമേരിക്കയിലും ഇവിടെ നിന്നും ആരംഭിക്കുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളെയും, അതുപോലെ തന്നെ ഉടൻ തന്നെ ആരംഭിക്കാൻ വേണ്ടിയിരിക്കുന്ന ഹോസ്പിറ്റൽ മിനിസ്ട്രികള്, അതുപോലെ തന്നെ ജർമ്മൻ ഭാഷയില്, അതുപോലെ തന്നെ കൊറിയൻ ഭാഷയില്, ചൈനീസ് ഭാഷയില്, ഫ്രഞ്ച് ഭാഷയിലൊക്കെ ഇറങ്ങേണ്ട ശാലോമിന്റെ പ്രസിദ്ധീകരണങ്ങള്, ദൈവത്തിന്റെ പ്രത്യേകമായ കൃപാവരങ്ങള് ശാലോം ശുശ്രൂഷയുടെ മേൽ ഇറങ്ങുവാൻ വേണ്ടി, ജനലക്ഷങ്ങളെ യേശുവിനെ അറിയിക്കുവാൻ സ്വർഗത്തിന്റെ തീ ഈ രാത്രിയിൽ ഇറങ്ങുവാൻ വേണ്ടി രണ്ട് കരങ്ങളും ദയവായി ഉയർത്തിപ്പിടിക്കണമേ. വീട് കുടുംബങ്ങളിലായിരിക്കുന്ന കരങ്ങൾ ഉയർത്തിപ്പിടിക്കണമേ. ശാലോമിന്റെ മേൽ കർത്താവിന്റെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് കണ്ടുകൊണ്ട്, കർത്താവിന്റെ കൃപ ഇപ്പോൾ സമൃദ്ധമായി ഇറങ്ങുന്നത് കണ്ടുകൊണ്ട് വിശ്വാസത്തോടെ യേശുവിന്റെ നാമത്തെ വിളിച്ച് യേശുവെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. യേശുവെ അനുഗ്രഹിക്കണമേ, യേശുവെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.